എൻ്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പല മാധ്യമപ്രവർത്തകരും അത് സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ മാധ്യമപ്രവർത്തകരെ കണ്ട് അതിനകത്ത് എൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാം എന്ന് വിചാരിച്ചത്. എന്തോ കൈയുണ്ട്. എന്നിട്ട് അപ്പൊ അദ്ദേഹം ചെയ്ത ഒരു ക്രൈമിന് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. ബീരാനും റഹ്മാനും. അതെ, അദ്ദേഹത്തിന് എന്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല, എന്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്, എന്റെ രാഷ്ട്രീയം വേറെയാണ്. അങ്ങനെയൊക്കെ ആവാമല്ലോ കുടുംബത്തിൽ. പിന്നെ ചില വ്യക്തികൾ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഒന്ന് KT ജലീൽ, മറ്റൊന്ന് ബിനീഷ് കോടിയേരി, അവരൊക്കെ രംഗത്ത് വരുന്നതിന്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും. കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു വ്യക്തിയാണ്, സഹോദരൻ വ്യക്തിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റ് കേസുകളിൽ വരുമ്പോൾ താങ്കളുടെ നിലപാട് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത്. താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകളിൽ പെട്ട രാജിവെക്കുന്ന ആവശ്യം താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ മാത്രമേ വ്യക്തിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? ഇഷ്ടംപോലെ കേസുകൾ. അതിന് ബിനീഷ് കോടിയേരി ഉൾപ്പെടെ ഇന്ന് പറഞ്ഞത്. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ, ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ. അതായത് ബിനീഷ് കോടിയേരിയെ പ്രതി ചേർത്തു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം അറസ്റ്റിലായി. ഇനി CPM-നോ പാർട്ടി സെക്രട്ടറിക്കോ ഒന്നും ന്യായീകരണങ്ങൾ ചമച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കൃത്യമായ ഉത്തരം CPM പറയേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടത്തിലെങ്കിലും CPM ഇതിന് മറുപടി പറയണം. കാരണം കേരളത്തിലെ യുവാക്കളെ, സമൂഹത്തെ അടക്കം നശിപ്പിക്കുന്ന മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണിയായി പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലെ ഒരു അംഗം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന സ്ഥിതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. പി കെ ഫിറോസ്, നേരത്തെയും ഇത്തരത്തിൽ വാദങ്ങൾ ഉയർന്നപ്പോൾ CPIM നൽകിയ മറുപടി ഉണ്ടായിരുന്നു. ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബിനീഷ് കോടിയേരി നടത്തിയ ഇടപെടലാണ്, തെറ്റുകാരനെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്നടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടായിരുന്നു. ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയോ, ഇത് എവിടെയാണുള്ളതെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ തന്നെ പലയിടത്തും പ്രസംഗിക്കാറുണ്ട്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് അവനവന്റെ വീട്ടിൽ ഇതില്ല എന്നാണ്. അവനവന്റെ വീട്ടിലില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. വിളിക്കേ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരെ ഏൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല. എങ്ങനെയുണ്ട്? ഓട്ടോ ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോം ബെല്ലടിക്കണം. അതങ്ങോട്ടേ എൽദോ ചായനാണല്ലോ. താഹിറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായ പറയുന്നത് പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എന്നെ എൽദോ ചായ? ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ.